വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പത്തനംതിട്ടയിൽ ഇന്നലെ കൊല്ലപ്പെട്ട CPM പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ PB സന്ദീപ് കുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സന്ദീപിന്റെ കൊലപാതകം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന ഗുരുതര ആരോപണം ഉയർത്തിയിരിക്കുകയാണ് CPM ഇപ്പോൾ. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലെ അവസാന വാരം BJP സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ തിരുവല്ലയിൽ രഹസ്യയോഗം ചേർന്നിരുന്നെന്നും ഈ യോഗത്തിലാണ് സന്ദീപ് കുമാറിനെ കൊല്ലാനുള്ള തീരുമാനമെടുത്തത് എന്നുമാണ് CPM MLA ആയ ജനീഷ് കുമാർ MLA ആരോപിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ എഡിറ്റേഴ്സ് അവറിലാണ് ജനീഷ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന നേതാക്കൾ 10 ദിവസത്തോളം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നുവെന്നും തിരുവല്ലയിലെത്തിയ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അർദ്ധരാത്രി അസ്വാഭാവിക യോഗങ്ങൾ ചേർന്നെന്നും ജനീഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. ചില ആളുകളെ മാത്രം വിളിച്ചായിരുന്നു സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ യോഗങ്ങൾ. ഒരു രാത്രി നടത്തിയ ഗൂഢാലോചനയാണ് സന്ദീപിന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് ജനീഷ് കുമാർ പറയുന്നത്. കൂടാതെ സുരേന്ദ്രനും നേതാക്കളും നടത്തിയ രഹസ്യയോഗത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണമെന്നും നിലവിൽ പ്രതികളായവർക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് സന്ദീപിനെ കൊല്ലാൻ സാധിക്കില്ലെന്നും ജനീഷ് കുമാർ പറയുന്നുണ്ട്. ജനീഷ് കുമാറിന്റെ ഈ ആരോപണം വളരെ ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെ ഈ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണമാണ് ജനീഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകം നടന്ന തിരുവല്ല പ്രദേശത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ ചില രഹസ്യ യോഗങ്ങൾ നടന്നിരുന്നു എന്നാണ് ജനീഷ് കുമാർ പറയുന്നത്. ഈ യോഗത്തിലായിരിക്കാം സന്ദീപിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയും നടന്നത് എന്നാണ് ജനീഷ് കുമാർ പറയുന്നത്. അതേസമയം ഇന്നലെ രാത്രിയാണ് തിരുവല്ല പ്രദേശത്ത് CPMന്റെ ലോക്കൽ സെക്രട്ടറിയായ PB സന്ദീപ് കുമാർ കുത്തേറ്റ് മരിക്കുന്നത്. 3 ബൈക്കുകളിലായി എത്തിയ 5 അംഗ സംഘമാണ് സന്ദീപിനെ കുത്തിക്കൊന്നത്. സന്ദീപിനെ ബൈക്കിൽ നിന്ന് ചവിട്ടി അടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് ഇറക്കിയ ശേഷം 11 തവണ സന്ദീപിനെ കുത്തി എന്നാണ് പോലീസ് പറയുന്നത്. സന്ദീപ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് CPMന്റെ ഒരു ജനകീയനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് CPM ഉയർത്തുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് KU ജനീഷ് കുമാർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെതിരെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തെ പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.